السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد. പ്രിയമുള്ളവരെ, ഷറഫൽ അനാം പാർട്ട് 14. വൈൻ യസ്കുൽ ഗറാമ ഹലീഫു ഷൗഖിൻ യുഖർരിബുഹു വയജ്അലുഹു നദീമ എന്ന ആ വരിക്കു ശേഷം وإن صلاة أحدكم عليه أصار لنا ذخيرتنا غنيما എന്ന ഒരു വരിയും കൂടി ഫത്ഹു സമദിന്റെ നുസ്ഖയിൽ കാണാവുന്നതാണ്. മറ്റു നുസ്ഖകളിൽ അത് കാണുന്നില്ല. നിശ്ചയം നിങ്ങളിൽ ഒരുത്തൻ സ്വലാത്ത് ചൊല്ലൽ അലൈഹി റസൂലുള്ളാഹിന്റെ മേൽ അസാറ വഖീറതന ഗനീമ, അത് നമ്മുടെ സൂക്ഷിപ്പ് സ്വത്തിനെ നാം തയ്യാറാക്കി വെച്ചതിനെ ആക്കിയിട്ടുണ്ട്. എന്നേക്ക് വേണ്ടി നമുക്ക് ആവശ്യമായ സമയം മഅ്ശറയിലാണ്. ആ സമയത്തിന് വേണ്ടി നാം തയ്യാറാക്കിയതായ ഒന്നിനെ അതാക്കിയിട്ടുണ്ട് ഗനീമത്തൻ, ഐ ഫൗസൻ ബിന്നഇമി ബിലാ മശഖത്തിൻ, പ്രയാസം കൂടാതെ അനുഗ്രഹങ്ങളെ കൊണ്ട് വിജയമുള്ളതാക്കിയിട്ടുണ്ട്. ലന, നമുക്ക്. അപ്പോ ആ സ്വലാത്ത് നമുക്ക് ആഖിറത്തിൽ ഒരു വലിയ വിജയം നൽകുന്ന ഒരു സൂക്ഷിപ്പ് സ്വത്താക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് അതിന്റെ അർത്ഥം. ഖാല അഹ്ലുസ്സിയരി റളിയല്ലാഹു അൻഹു, ചില നുസ്ഖയിൽ അസ്ഹാബുസ്സിയരി എന്നാണ്, മറ്റു ചില നുസ്ഖകളിൽ ഉലമാഉസ്സിയരി എന്നാണ്. സിയർ എന്നുള്ളത് സീറത്തിന് ജംആണ്. ഐ അസ്ഹാബു അഹ്വാലിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹൈആതിഹി, റസൂലുള്ളാഹിന്റെ അഹ്വാലുകളും അവിടുത്തെ കോലങ്ങളും അവസ്ഥകളും ഒക്കെ അറിയുന്ന, അത് വിവരിക്കുന്ന ആളുകൾ. അവർ പറയുന്നു, വകാന അഹ്ലു മക്കത്ത മിൻ ആദാതിഹിം, മക്ക നിവാസികൾ ആയിരുന്നു, അവരുടെ പതിവിൽപ്പെട്ടതായിരുന്നു അൻ യഖ്റുജു ബിൽ അത്ഫാൽ, അവരുടെ കുട്ടികളെയും കൊണ്ട് അവർ പുറപ്പെടൽ, ഇലൽ മറാദിഇ, മുല കൊടുക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാല് മുല കൊടുക്കാൻ കുട്ടികളെ ആവശ്യപ്പെട്ട് സ്ത്രീകൾ വരുന്ന ആ സ്ഥലങ്ങൾ, അത് കഅബ ശരീഫിന്റെ അരികിലാണ്. അങ്ങനെ അവരുടെ പതിവെന്താന്ന് ചോദിച്ചാല്, അവിടെ കുട്ടികളെ അവിടെ വെക്കും. ആ കുട്ടികളുടെ അടുത്ത് മുതലും പണവും വെക്കും. ആ കുട്ടിയെ എടുക്കാൻ മുല കൊടുക്കുന്ന പെണ്ണുങ്ങൾക്കൊരു റഗ്ബത്ത്, ആഗ്രഹം വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു പതിവ് അവർക്കുണ്ടായിരുന്നു. ഖാലത്ത് ഹലീമത്തു, ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഅസാബത്തിന, അങ്ങനെ ഞങ്ങൾക്കെത്തി, ഫി ബനി സഅദിൻ, ബനു സഅദ് ഗോത്രത്തിൽ, സനത്തുൻ മുഗ്ലിയത്തുൻ, ക്ഷാമമുള്ള ഒരു വർഷം. ഫത്ഹു സമദിന്റെ നുസ്ഖയിൽ സനത്തുൻ ഷഹ്ബാഉ മുഗ്ലിയത്തുൻ, ഷഹ്ബാഉ എന്നും കൂടിയുണ്ട് അവിടെ. ഷഹ്ബാഉ എന്ന് പറഞ്ഞാൽ ലാ ഖുദ്റത ഫിഹാ വലാ മതറ, മഴയോ ഒരു പച്ചപ്പോ ഇല്ലാത്ത വർഷം. അതിന്റെ അതേ അർത്ഥത്തിൽ തന്നെയാണ് മുഗ്ലിയത്തുൻ, ക്ഷാമമുള്ള വർഷം. ലി അദമിൽ ഗൈസി, മഴയില്ലാത്തതിന്റെ കാരണമാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ഫജ്ഇന, ഞങ്ങൾ വന്നു, ഇല മക്കത്ത, മക്ക കൊള്ളെ, നഹവ 40 ഇംറഅത്തൻ, ഞങ്ങൾ തന്നെ 40ഓളം വരുന്ന പെണ്ണുങ്ങളായ നിരക്ക്, മഅകുല്ലി ഇംറഅത്തിൻ മിന്ന, ഞങ്ങളിൽ നിന്നുള്ള ഓരോ പെണ്ണുങ്ങളോടെയും കൂടെയുണ്ട്, ബഅലുഹ, അവളുടെ ഭർത്താവും ഉണ്ട്. നൽതമിസുർ റുളഅ, മുല കുടിക്കുന്ന കുട്ടികളെ തേടുന്നവരായിട്ടാണ് ഞങ്ങൾ ഈ വരുന്നത്. അങ്ങനെ വഖറജ അഹ്ലു മക്കത്ത, മക്കത്തെ ആളുകൾ പുറപ്പെട്ടു, ബി അത്ഫാലിഹിം,
അവരുടെ കുട്ടികളെയും കൊണ്ട് ഇലൽ മറാദിഇലേക്ക് മുല കൊടുക്കുന്ന സ്ത്രീകൾ വരുന്ന ആ സ്ഥലത്തിലേക്ക്, കഅബ ഷരീഫിനടുത്ത്. ഫവളഉഹും, അങ്ങനെ അവര് ആ കുട്ടികളെ വെച്ചു ഹൗലൽ കഅബത്തി, കഅബയുടെ ചുറ്റും. ഫസബഖനിയൻ നിസാഉ, അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങൾ എനിക്ക് മുൻകടന്നു. ഇലാ കുല്ലി റളിഇൻ ബിമക്കത്ത, മക്കയിലുള്ള ഓരോ മുല കുടിക്കുന്ന കുട്ടികളെ കൊള്ളയും ഓരോ പെണ്ണുങ്ങൾക്കും ഓരോ കുട്ടികളെ കിട്ടി. വതഅഖർതു, ഞാൻ പിന്തി, ഞാൻ തന്നെ, ലിളുഫി, ഞാന് ശേഷി കുറഞ്ഞവളാണ്, ബലഹീനയാണ്. ഉവ്വലുഫി അതാനി, എന്റെ പെൺകഴുത അതും ശേഷി കുറഞ്ഞതാണ്. ലിഖില്ലത്തി സൈരിഹ, അതിന്റെ നടത്തം വളരെ കുറവാണ്. അപ്പോ മുല കൊടുക്കാൻ കുട്ടിനെ കിട്ടാത്ത രീതിയിൽ എന്റെയും കുതിര, ഈ കഴുതയുടെയും ബലഹീനത കാരണം ഞങ്ങള് വരാൻ കുറച്ച് വൈകി. വജിഅ്തു അന, അങ്ങനെ ഞാൻ വന്നു. പക്ഷേ ഫലം അജിദ് ശൈഅൻ മിനർ റുളആഇ, മുല കുടിക്കുന്ന കുട്ടികളിൽ നിന്ന് ഒന്നിനെയും ഞാൻ എത്തിച്ചില്ല. വസമിഅത്ത് ആമിനത്തു ബിഖുദൂമിന, ഞങ്ങളുടെ ഈ വരവ് കൊണ്ട് മഹദിയായ ആമിന ബീവി കേട്ടിരുന്നു. ഫഖാലത്ത്, അങ്ങനെ ആമിന ബീവി പറഞ്ഞു, ലി അബ്ദുൽ മുത്തലിബി, അബ്ദുൽ മുത്തലിബിനോട്, ഉൻദുർ ലി മൗലൂദിക ഹാദാ മുർളിഅത്തൻ മിൻ ബനി സഅദ്, നിങ്ങളുടെ ഈ കുട്ടിക്ക് വേണ്ടി ബനൂ സഅദ് ഗോത്രത്തിൽ നിന്നുള്ള മുല കൊടുക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ നോക്കണം. അത് നിങ്ങളൊന്ന് അന്വേഷിക്കണം, കിട്ടുമോ നോക്കണം. ഫഖദ് ഖദിമത്തിൽ മറാദിഉ സഅദിയാത്ത്, കാരണം സഅദ് ബിൻ ബക്കർ കബീലയിലേക്ക് ചേർത്തപ്പെട്ട ആ കബീലയിൽപ്പെട്ട മുല കൊടുക്കുന്ന സ്ത്രീകൾ മുന്നിട്ട് വന്നിട്ടുണ്ട്. ഉൻദുർ ലി മൗലൂദിക മുർളിഅത്തൻ മിൻ അഷ്റഫിൽ ബരിയാത്ത്, നിങ്ങളുടെ ഈ കുട്ടിക്ക് വേണ്ടി പടപ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവരിൽപ്പെട്ട ഒരു മുർളിയത്തിനെ, ഒരു മുല കൊടുക്കുന്ന പെണ്ണിനെ തന്നെ നോക്കണം എന്ന് ആമിന ബീവി അബ്ദുൽ മുത്തലിബ് എന്നവരോട് പറഞ്ഞു. ഫഖറജ അബ്ദുൽ മുത്തലിബ്, അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്നവർ പുറപ്പെട്ടു. ഫബൈനമാ ഹുവ യംശി, അങ്ങനെ ബഹുമാനപ്പെട്ടവർ നടന്നുകൊണ്ടിരിക്കെ, ഇത് സമിഅ ഹാത്തിഫൻ, അസമയത്ത് ബഹുമാനപ്പെട്ടവർ ഒരു അശരീരിയെ കേട്ടു. യഖൂലു ലഹു, ആ അശരീരി അബ്ദുൽ മുത്തലിബിനോട് പറയുന്നു, ഉൻദുർ ഇലാ ഹലീമത്ത് സഅദിയത്തി, ഹലീമത്തു സഅദിയയിലേക്ക് നിങ്ങൾ നോക്കൂ. തുർളിഉ, അവർ മുല കൊടുക്കും. വലത ആമിനത്തൽ അമീന, ആമിന ബീവിയുടെ അമീനായ കുട്ടിക്ക്. അവിടെ തുർളിഉ ഇബ്ന വലത ആമിനത്തൽ അമീന, വലത ആമിനത്തൽ അമീന എന്ന് ഫത്ഹു സമദിന്റെ നുസ്ഖയിൽ ഉണ്ട്. നമ്മുടെ മൗലിദിന്റെ നുസ്ഖകളിലൊക്കെ കാണുന്നത് തുർളിഉ ഇബ്ന ആമിനത്തൽ അമീന മുഹമ്മദൻ ഖൈറൽ അനാമി വസഫവത്തുൽ ജബ്ബാരി എന്നാണ്. ഇവിടെ ഫത്ഹു സമദിന്റെ നുസ്ഖയിലൊക്കെ ഉള്ളത് തുർളിഉ വലത ആമിനത്തൽ അമീന, ആമിന ബീവിയുടെ അമീനായ കുട്ടിക്ക് അവർ മുല കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇന്നബിന ആമിനത്ത്, ഇബിന ആമിനത്തിന്റെ അവിടെ ഇങ്ങനെ ഇന്നബിന ആമിനത്തൽ അമീന മുഹമ്മദൻ ഖൈറൽ അനാമി വസഫവത്തുൽ ജബ്ബാരി എന്നുള്ളത് ഒരു പദ്യശകലമാണ്.
ഒന്നുകിൽ ഹാത്തിഫിന്റെ ആ ഖൗല് ഇക്കായത്ത് ചെയ്തതാവാൻ ഇടയുണ്ട്, അല്ലെങ്കിൽ സ്വന്തം നിലക്കുള്ള ഒരു പദ്യമാകാനും ഇടയുണ്ട്. ഏതോ ആവട്ടെ, അങ്ങനെ ഒരു പദ്യശകലം അവിടെയുണ്ട്. നമ്മുടെ നുസ്ഖകളിലൊക്കെ ഉള്ളത് ഫമാലഹു ഇല്ലാ ഹലീമത്തു മുർദിഅ എന്ന് പറഞ്ഞ അവിടെയാണ് പദ്യമുള്ളത്. ഏതോ ആട്ടെ, ഈ ഫത്ഹുസ് സമദിന്റെ നുസ്ഖയിൽ ഉള്ളത് പോലെ ആവുമ്പോൾ അതായിരിക്കും കൂടുതൽ നന്നാവുക. ഇന്നബിന ആമിനത്തൽ അമീന, നിശ്ചയം ആമിന ബീവിയുടെ അൽ അമീനായ വിശ്വസ്തനായ മകൻ മുഹമ്മദ് ഖൈറുൽ അനാമി, അത് പടപ്പുകളിൽ ഏറ്റവും ഉത്തമമായവരാണ്. സഫ്വത്തുൽ ജബ്ബാരി, ഇന്നന്റെ ഖബറായിട്ട് ഖൈറുൽ അനാമി. സഫ്വത്തുൽ ജബ്ബാരി, ജബ്ബാറായ അള്ളാഹുവിന്റെ സഫ്വത്തുമാണെന്നാണ്, അള്ളാഹു തെരഞ്ഞെടുത്തവരുമാണ്. ഫമാലഹു ഇല്ലാ ഹലീമത്ത മുർദിഅ, ഫമാലഹു ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ല മുല കൊടുക്കുന്ന ഒരു പെണ്ണും, ദായിമായിട്ട് മുല കൊടുക്കുന്ന ഒരു പെണ്ണുമില്ല. ഇല്ലാ ഹലീമത്ത, ഹലീമ ഒഴിച്ച് വേറൊരാളും ഇല്ല. ഫലൈസ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇംറഅത്തുൻ തുർദിഉഹു അലദ്ദവാമി ഗൈറു ഹലീമത്ത. ഇങ്ങനെയാണ് ബുലൂഗുൽ മറാമിൽ അവിടെ അർത്ഥം നൽകിയിട്ടുള്ളത്. അപ്പോ നിഅമൻ നബിയുൽ മുസ്തഫൽ മുഖ്താരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരും മുഖ്താറുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവർ എത്ര നല്ലവരാണ്. ലാ തുസല്ലിമൂഹു ഇലാ സിവാഹ ഇന്നഹു അംറുൻ വഹുക്കുമുൻ ജാഅ മിൻ ഖഹാരി. ആ കുട്ടിയെ നിങ്ങൾ ഏൽപ്പിക്കരുത് ഇലാ സിവാഹ, ഹലീമ ബീവി അല്ലാത്തവരിലേക്ക്. ഇന്നഹു, നിശ്ചയം ഈ ഹലീമ ബീവിയിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളത് അംറുൻ വഹുക്കുമുൻ, അത് കൽപ്പനയാണ്, ഒരു തീരുമാനമാണ്. ജാഅ മിൻ ഖഹാരി, ഖഹാറായ അല്ലാഹു തആലാന്റെ വക്കൽ നിന്ന് വന്ന, ലോകം അടക്കി ഭരിക്കുന്ന അല്ലാഹുവിൽ നിന്നുള്ള ഒരു വിധിയാണ്, അവന്റെ നിർദ്ദേശമാണ്. ഈ കുട്ടിയെ ഒരാൾക്കും ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. ഖാലത്ത് അലീമത്തു സഅദിയ്യത്തു, ഹലീമ ബീവി പറയാണ്, സുമ്മ ഇന്നി മറർത്തു ബി അബ്ദുൽ മുത്തലിബി, പിന്നെ നിശ്ചയം ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ അരികിലൂടെ നടന്നു. അങ്ങനെ ഫസഅൽതുഹു, ഞാൻ അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, അൻ റബീഇൻ, ഒരു മുല കൊടുക്കുന്ന കുട്ടിയെ തൊട്ട്. ഊർദിഉഹു, ആ കുട്ടിക്ക് ഞാൻ മുല കൊടുക്കും. അങ്ങനെ എനിക്ക് മുല കൊടുക്കാൻ ഒരു കുട്ടിയെ ഞാൻ ചോദിച്ചു. ഊർദിഉഹു എന്ന് ഫത്ഹുസ് സമദിന്റെ നുസ്ഖയിൽ ഉണ്ട്. അപ്പോ അത് നല്ലതാണ്. ആ മറ്റു നുസ്ഖകളൊന്നും കാണില്ല മൗലിദിന്റെ നുസ്ഖകളിൽ. അതുപോലെ ബുലൂഗുൽ മറാമിന്റെ നുസ്ഖയിലൊന്നും ഉർദിഉഹു എന്നുള്ള പദം ഇല്ല. ഉണ്ടായാൽ അത് വളരെ നല്ലതായിരിക്കും. ഫഖാല, അപ്പോ അബ്ദുൽ മുത്തലിബ് ചോദിച്ചു, മസ്മുക്കി,
നിന്റെ പേരെന്താണ്? വമാ അറബുക്കി ബിഫത്തഹിൽ ഐനി വറാഇ അറബുക്കി അങ്ങനെ വായിക്കാം. ഔ ബിളമ്മിൽ ഐനി വസുകൂനി റായി ഉർബുക്കി ഉർബ്, അതായത് അർത്ഥം ഖബീല തുക്കി എന്നർത്ഥം. നിന്റെ ഖബീല ഏതാണ്? ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഇസ്മി ഹലീമത്തു, എന്റെ പേര് ഹലീമ എന്നാണ്. അറബി, എന്റെ ഖബീല ബനു സഅദിൻ, ബനു സഅദ് ഖബീലയാണ്. ഫതബസ്സമ ലാഹിക്കൻ, അങ്ങനെ ബഹുമാനപ്പെട്ടവർ പുഞ്ചിരിച്ചു. ലാഹിക്കൻ, അത് ചിരിയായിട്ട് മാറി. അപ്പോ ചിരിക്കുന്നവരായിട്ട് പുഞ്ചിരിച്ചു പറഞ്ഞാൽ അതാണ്. വതഹല്ലല വജ്ഹുഹു, ബഹുമാനപ്പെട്ടവരുടെ മുഖം തിളങ്ങാൻ തുടങ്ങി. ഫറഹൻ, സന്തോഷത്താൽ. ഫഖാല, അങ്ങനെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ബഖിൻ ബഖിൻ, സന്തോഷം, വളരെ സന്തോഷം. ലക്കി യാ ഹലീമ, നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഹലീമ. യാ ഹലീമത്തു സഅദിയത്തു ഹല്ലക്കി ഫി ഇർളാഇ ഗുലാമിൻ യതീമിൻ, നിങ്ങൾക്ക് യതീമായൊരു കുട്ടിയെ മുല കൊടുക്കുന്നതിൽ പറ്റുമോ? നിങ്ങൾക്ക് അതിന് സാധിക്കുമോ? തസ്അദീന ബിഹി, ആ കുട്ടിയെ കൊണ്ട് നിങ്ങൾ വിജയിക്കും ഇൻഷാ അല്ലാഹു തആല, അല്ലാഹു കൊണ്ട് കളിച്ചാൽ. അപ്പൊ അതുകൊണ്ട് യതീമായ കുട്ടിയെ മുല കൊടുക്കുന്നതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾക്ക് പറ്റുമോ? ഫാസത്ത് ഹലീമത്തു മിൻ റളാഇ മുഹമ്മദി ഖൈരിൽ വറാ തുറൻ ബിഅഅളമി മഖ്സദി. ഹലീമ വിജയിച്ചു. മിൻ റളാഇ മുഹമ്മദി, മുഹമ്മദിന് മുല കൊടുക്കുന്നത് കാരണമായിട്ട്. ഖൈരിൽ വറ, എങ്ങനത്തെ മുഹമ്മദാണ്? സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ. തുറൻ, എല്ലാ സൃഷ്ടികളിലും വെച്ച്. അങ്ങനെയുള്ള മുഹമ്മദ് എന്നവർക്ക് മുല കൊടുക്കുന്നതിനാൽ ഹലീമ വിജയിച്ചു. ബി അഅളമി മഖ്സദി ബി ഫതഹിൽ മീമി വസുകൂനുൽ ഖാഫി വകസ്രി സ്വാദി. ബുലൂഗുൽ മറാമിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത് ബി അഅളമി മഖ്സദി, വണ്ണമായ ഉദ്ദേശം കൊണ്ട് വിജയിച്ചിരിക്കുന്നു. വളരെ മഹത്തമായ ഒരു ലക്ഷ്യം മഹദിയായ ഹലീമ ബീവി നേടി വിജയിച്ചു എന്നർത്ഥം. സ്വാദിൽ കസർ കൊണ്ടാണ് ബുലൂഗുൽ മറാമിൽ വബത്ത് ചെയ്തിട്ടുള്ളത്. മൗലിദിന്റെ നുസ്ഖകളിലൊക്കെ ഫത്ഹ് കൊണ്ടാണ് സ്വാദിന്. അതായാലും വിരോധമില്ല, വണ്ണമായ ഉദ്ദേശം കൊണ്ട് അവർ വിജയിച്ചു. വറഅത് മിനൽ ബറകാതി ഹീന മവത് ബിഹി ഫസ്സഅദു ഖാറനഹാ ബിതൽഅതി അഹ്മദി. വറഅത്ത്, ഹലീമ ബീവി കണ്ടു. മിനൽ ബറകാത്തി, സൗഭാഗ്യങ്ങളാൽ അവർ കണ്ടു. ഹീന മവത് ബിഹി, ആ കുട്ടിയെയും കൊണ്ട് അവർ നടന്നു പോകുന്ന സന്ദർഭത്തിൽ പല ബറക്കത്തുകളും. ഫസ്സഅദു ഖാറനഹ, അങ്ങനെ വിജയം ആ ഹലീമ ബീവിയോട് സഹവസിച്ചു. ബി തൽഅത്തി അഹ്മദി, അഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണൽ മുഖേന വളരെ അധികം സൗഭാഗ്യം അവരോട് ചേർന്നിട്ടുണ്ട്. ഖദ്ദറ മിൻഹ സദിയു ഇൻദ റളാഇഹി അമിനത് ബിഹി മിൻ കുല്ലി ജഹദിൻ മുജ്ഹദി. ഖദ്ദറ മിൻഹ, ആ ഹലീമ ബീവിയിൽ നിന്ന് ഒലിച്ചു. അസ്സദിയു, അവരുടെ സദി, സ്തനം.
എന്നാൽ സ്തനം പാല് ഒലിച്ചു എന്നാണ്, ചുരത്തി എന്നർത്ഥം. ഇന്ദ റവാഇഹി, ആ കുട്ടി മുല കുടിക്കുന്ന സന്ദർഭത്തിൽ. റസൂലുള്ളാഹിക്ക് മുല കൂട്ടുന്ന സന്ദർഭത്തിൽ. മാത്രവുമല്ല അമിനത്ത് ബിഹി, കുട്ടി കാരണമായി അവർ വിശ്വസ്തയായി, മിൻകുല്ലി ജഹദിൻ, എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും, മുജ്ഹദി, ജഹിദിൻ മുജ്ഹദി, വലിയ കഷ്ടപ്പാടിൽ നിന്നും അവർ രക്ഷപ്പെടുകയും ചെയ്തു. ജഹദ് ബി ഫത്ഹിൽ ജീമി വ സുകൂനിൽ ഹാഇ തഅബുൻ മുത്അബുൻ എന്നർത്ഥം. പ്രയാസം, ബുദ്ധിമുട്ട്. അതാനുഹ, ഹലിമ ബീവിയുടെ ആ പെൺകഴുത, കത് സബഖത്ത് ബിഹ, ഹലിമ ബീവിയെയും കൊണ്ട് മുൻകടന്നു, റക്ബി, ആ യാത്രാസംഘത്തിന്റെ മൃഗങ്ങൾക്കൊക്കെ, അവര് സഞ്ചരിച്ചിരുന്ന മൃഗങ്ങൾക്ക് മുൻകടന്നു. ഫറഹൻ, റാക്ക് ഫതഹ കൊണ്ടാണ്, സുക്കൂൻ കൊണ്ടല്ല. ഫറഹൻ, സന്തോഷത്താൽ. വതീഹൻ, ഭയത്താലും. ബിർറസൂലിൽ അംജദി, അംജദായ ആ റസൂലുള്ളാഹിനെ കൊണ്ട് സന്തോഷം, അതുപോലെ തന്നെ ഭയം, രണ്ടും കൊണ്ട്. തീഹൻ എന്നും തൈഹൻ എന്നും രണ്ടും അവിടെ വായിക്കാം. തൈഹൻ, തീഹൻ എന്ന് വായിക്കുമ്പോ കഠിനമായ പ്രേമം, സ്നേഹം എന്നൊക്കെ അർത്ഥം വായിക്കാം. തൈഹൻ എന്ന് വായിക്കുമ്പോ ഭയം എന്നർത്ഥം. ബുലൂഗുൽ മറാമില് ഉജ്ബ് എന്നർത്ഥം കൊടുത്തിട്ടുണ്ട്. ഉജ്ബ്, അതിന്റെ ഉള്ളിലൊരു പ്രത്യേകമായ ഒരു സന്തോഷത്തിന്റെ അഹങ്കാരം എന്ന് പറയാം, ആ നിലക്ക്. അംജദ്, മാതൃകായോഗ്യര്, മജിദ്, വർമ്മയുള്ളവര്, അങ്ങനത്തെ അർത്ഥം പറയാം. അഗ്നാമുഹാ കാനത്ത് ശിബാഅൻ കുല്ലമ സറഹത്ത് തജൂദു ലഹാ ബിദർറിൻ മുസ്ബദി. ഹലിമ ബീവിയുടെ ആടുകൾ കാനത്ത്, അവയായിരുന്നു, ശിബാഅൻ, വയറ് നിറഞ്ഞതായിരുന്നു, കുല്ലമാ, സറഹത്ത്, അവ മേയുമ്പോഴൊക്കെ, തജൂദു ലഹാ ബിദർറിൻ മുസ്ബദി. മാത്രവുമല്ല ആ ആടുകൾ ഹലിമ ബീവിക്ക് നൽകും. കുല്ലമ, സറഹത്ത് എന്ന് പറഞ്ഞ ഖറജത്ത്, തജൂദു എന്ന് പറഞ്ഞ തർജിഉ, അവ മടങ്ങി വരും, ലഹ, അവക്ക്, ബിദർരിൻ മുസ്ബദിൻ ലഹ, ആ ആടുകൾക്ക് അധികരിച്ചതായ പാല് കൊണ്ട് അവ മടങ്ങി വരും. അപ്പോ ധാരാളം പാലും ആ ആടുകൾക്ക് ഉണ്ടായിരുന്നു. ലഹ എന്നുള്ളത് ഹലിമ ബീവിയിലേക്കാണ് ദമീർ മടങ്ങുന്നത്. തജൂദു എന്ന് പറഞ്ഞാല് ആ ആടുകൾ മടങ്ങി, തർജിഉവ തഅതി, മടങ്ങി വരും, ബിദർദിൻ മുസ്ബദിൻ, മുസ്ബദന കസീർ, അധികരിച്ചതായ പാലുകൊണ്ട്, ഹലിമ ബീവിക്ക് അധികരിച്ചതായ പാലും കൊണ്ട് അവ മടങ്ങി വരും. വറഅത് മിനൽ ഖൈറാത്ത്, ഹലിമ ബീവി കണ്ടു, മിനൽ ഖൈറാത്തി, ഖൈറായ കാര്യങ്ങളാൽ. വഹിയ തഹഫുഹ, അവ ആ ഹലിമ ബീവിയെ പൊതിഞ്ഞിരിക്കുന്നു. എത്രത്തിൽ, വന്നാസു, ജനങ്ങൾ, ഫീ മിഹനിൻ വ ഐശിൻ അങ്കദി, ജനങ്ങൾ വളരെ പരീക്ഷണങ്ങളിലും, വ ഐശിൻ അങ്കദി, ഞെരുക്കമായ ജീവിതത്തിലുമാണ് ആ അവസ്ഥയിൽ. ഹലിമ ബീവിക്ക് ധാരാളം ഖൈറുകൾ അവരെ വലയം ചെയ്തിട്ടുണ്ട്, ചുറ്റിയിട്ടുണ്ട്.
നാലത്ത് ബിഹി ഈ കുട്ടി കാരണമായി ഹലീമ ബീവി എത്തിച്ചു കുല്ലൽ മസറത്തി വൽഹന എല്ലാവിധ സന്തോഷങ്ങളെയും സൗഭാഗ്യങ്ങളെയും എത്തിച്ചു, ആനന്ദവും എത്തിച്ചു. ഹന എന്നാണ് ആനന്ദം, മസറത്ത് സന്തോഷം. ഫഹുവല്ലദീ ഖസ്സാദ കുല്ല മുസവ്വിദി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ഖസ്സാദ റസൂലുള്ള നേതൃത്വം നൽകിയിട്ടുണ്ട്. കുല്ല മുസവ്വദി എല്ലാ നേതാക്കൾക്കും നേതൃത്വം നൽകിയ റസൂലുള്ള. മുസവ്വിദ് മുസവ്വദ് ബിളമ്മിൽ മീമി വഫതഹി സീനി വറാഇൽ മുശദ്ദദത്തി. ശബ്ദുള്ള റാ അതിനിക്കും സീനിക്കൊക്കെ ഫതഹ് കൊണ്ട് മുസവ്വദി എന്നർത്ഥം.